ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾ നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വലിയ മൂല്യമുള്ള വസ്തുവകകളുടെ ഓണർഷിപ്പ് ഇദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലാണ് വലിയ മൂല്യങ്ങളുള്ള വസ്തുവകകളുള്ളത്. രണ്ട് എന്ന് പറയുന്നത് നിലവിലുള്ള ലോൺ തുക, അതായത് അദ്ദേഹം വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ലോൺ അടവ് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തത് ഈ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തി എന്നുള്ളത്. പ്രധാനമായും ഈ മൂന്ന് ആവശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചല്ലേ താങ്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മൂന്നിനും ഒരു വ്യക്തത കണ്ടെത്താൻ CBIക്ക് കഴിയുമെങ്കിൽ ഇതിലേക്ക് നീളുന്ന മറ്റ് അഴിമതികളിലേക്ക് കൂടി CBI ചെന്നെത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ട്? അല്ല, CBI എങ്ങനെ അന്വേഷിക്കണമെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷിച്ച തെളിവുകളെല്ലാം കണ്ടെത്തിയിട്ട് നിയമം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ വഴിയെ പോകുന്നതിന് പകരം എബ്രാഹത്തിൻ്റെ വഴിയാണ് വിജിലൻസ് പോയത്. അത് പറ്റത്തില്ലല്ലോ. എബ്രാഹം ഇവിടെ അയാളുടെ സ്വത്ത് വിവരങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിന് വിരുദ്ധമായി സ്വത്തുക്കൾ കാണിച്ചാൽ അവർ തന്നു ഇവർ തന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാ കള്ളപ്പണക്കാരും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ പണം വന്നാൽ അഴിമതി പണമായിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. അവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഈ കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് 2 കോടി രൂപ 5 ലക്ഷം രൂപ 2 കോടി 5 ലക്ഷം രൂപയെ വരുള്ളൂ എന്ന് വിജിലൻസ് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ പ്രതി പറഞ്ഞ അടിസ്ഥാനത്തിൽ. പ്രതി പറയുന്ന വേദവാക്യമായിട്ട് എങ്ങനെ പറ്റുന്നത്? അപ്പം വേറെന്താണ് പറഞ്ഞത്? ഈ അച്ഛനും അമ്മയും പെൻഷനാണെന്ന്. അച്ഛനും അമ്മയുടെ കൂടെയാണ് താമസിച്ച് 2 സഹോദരങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്ന് സഹോദരങ്ങൾ വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്താണ്. അവരെ ചോദ്യം ചെയ്യേണ്ട വിജിലൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ 6 വർഷക്കാലം വർഷം തോറും കൊടുക്കേണ്ട പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാത്തത് ഞാൻ അമേരിക്കയിലായതുകൊണ്ട്, അന്ന് ഇമെയിൽ ഇല്ലാത്തതുകൊണ്ട്, ഇമെയിൽ കണ്ടുപിടിക്കാത്തതുകൊണ്ട്. അപ്പോൾ 88 മുതൽ 94 വരെ ആണ്. അപ്പോൾ അമേരിക്ക പോയത് എത്ര വർഷം അമേരിക്കയിലായിരുന്നു? പാസ്പോർട്ട് നോക്കി അറിയാൻ പറ്റില്ല. ഞാൻ കോടതിയിൽ വാദിച്ചിരുന്നു. കോടതി പോലും അത് അംഗീകരിച്ചു. അപ്പോൾ ഇമെയിൽ 1971 കണ്ടുപിടിച്ചു. അപ്പോൾ 88 ഇമെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അയക്കാതെ. ഇമെയിലെങ്കിലും ഇമെയിൽ അന്ന് ഓൾറെഡി ഉണ്ട്. സർക്കാർ ഓഫീസിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അന്നത്തെ കത്തയച്ചാൽ മതിയല്ലോ. ഇവിടെ വന്നപ്പം കൊടുക്കാൻ പറ്റേ, തപാലിൽ അയക്കാമല്ലോ. അപ്പം നിയമം എന്ന് പറയുന്നത് ഇയാൾ പറയുന്ന പോലെയാണ്. അത് ചെക്ക് ചെയ്യണ്ടേ? അപ്പം മക്കളുടെ കല്യാണം, ഭാര്യയുടെ ഇത് വന്നതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടേ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം KM എബ്രഹാം പറയുന്നതും അതേപടി നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ KM എബ്രഹാത്തിൻ്റെ വഴിയാണ് പോകുന്നത്. നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം വിജിലൻസ് അന്വേഷിച്ച SPക്ക് KM എബ്രഹാം നേരത്തെ നിങ്ങൾ വ്യക്തത ഞാൻ പറയാണ്, ഇദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് ആയിരുന്നപ്പോഴാണ് അന്വേഷണം നേടുന്നത്. അത് കഴിഞ്ഞ് 2017 ഓഗസ്റ്റ് 31 ചീഫ് സെക്രട്ടറി ആയി വന്നു. അതിനുശേഷം 2017 ഓഗസ്റ്റ് 31 ചീഫ് സെക്രട്ടറി വന്നു. അതേ വർഷം തന്നെ ഡിസംബർ 31 2017 ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്തു. അപ്പം ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്തപ്പോൾ ഇരുന്നപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരുന്ന ക്രൈംബ്രാഞ്ച് വിജിലൻസ് SP രാജേന്ദ്രന് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഇദ്ദേഹം KM എബ്രഹാം ചീഫ് സെക്രട്ടറി IPS കൊടുത്തു. അത് നമ്മൾ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കുന്നു. അപ്പം സ്വാധീനിച്ചും വിജിലൻസ് കോടതി നീതിപൂർവമായിട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞ എൻ്റെ തെളിവുകൾ ഹാജരാക്കി പരിശോധിച്ചില്ല. അത് പരിശോധിച്ചിട്ട് ആ തെളിവുകൾ ഏറ്റവും വിലപ്പെട്ടതും വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് തെളിയിക്കുന്ന വിലപ്പെട്ട രേഖകളാണ് ഹൈക്കോടതിയിൽ ഹർജിക്കാരൻ ഹാജരാക്കിയതെന്ന് കോടതി വളരെ വ്യക്തമായി ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഈ KM എബ്രഹാം വരവിൽ കഴിഞ്ഞ സ്വത്ത് തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി CBIക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാഥമിക അന്വേഷണം ഇനി നടത്തേണ്ട കാര്യമില്ല. പിന്നെയോ കോഗ്നിസൻസ് കേസെടുത്ത് KM എബ്രഹാം വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ എബ്രഹാത്തിനെ പ്രതിയാക്കി FIR ഇടണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഈ കേസിലെ 4ാം എതിർകക്ഷിയായ CBI ഡയറക്ടറോട് എത്രയും വേഗം അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കൊച്ചി യൂണിറ്റ് SP അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണ യൂണിറ്റാണ് CBIയുടെ കൊച്ചി യൂണിറ്റ്.
കൊലക്കേസുകൾ അന്വേഷിക്കുന്ന ഇതാണ് തിരുവനന്തപുരം യൂണിറ്റ്. അപ്പോൾ കൊച്ചി യൂണിറ്റ് SP യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണം എത്രയും വേഗം. ഇതിലെ രണ്ടാം എതിർകക്ഷിയായിട്ടുള്ള വിജിലൻസ് തിരുവനന്തപുരം വിജിലൻസ് സൂപ്രണ്ട് SP എത്രയും വേഗം ഈ കേസ് സംബന്ധിച്ചുള്ള രേഖകൾ എത്രയും വേഗം CBIക്ക് കൈമാറണമെന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതി കൈമാറണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലൊരു സുതാര്യത പ്രതീക്ഷിക്കാമോ? കാരണം അട്ടിമറിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയ ഒരു അന്വേഷണമാണ്. അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തി, KM എബ്രഹാം അധികാര ദുർവിനിയോഗം നടത്തി എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2017 ഈ കേസ് അന്വേഷിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. തുടർന്ന് പലതരത്തിലുള്ള ഇടപെടലുകളിൽ മനമെടുത്ത് അദ്ദേഹം ലോങ് ലീവിൽ പ്രവേശിക്കുകയാണ്. പിന്നീടാണ് ലോക്നാഥ് ബെഹ്റ വരുന്നത്. അതിനുശേഷമാണ് ഈ ക്ലീൻ ചിറ്റ് നടപടികളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടെത്തിയ ഈ മുഴുവൻ രേഖകളും CBIക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രേഖകളിൽ എന്തൊക്കെയാണ് വസ്തുത? ഈ രേഖകളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടുമോ? ഇതിലൊക്കെ സുതാര്യത ഉണ്ടാകുമോ എന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഇതിൻ്റെ ഈ രേഖയെല്ലാം ഹൈക്കോടതി ഒരു ലോറിയെ കയറ്റാനുള്ള രേഖ ഹാജരാക്കിയിട്ടുണ്ടെന്ന്. അത് ഇവർ വിജിലൻസ് മുക്കിയാലും അവിടെ തെളിവിടെ ഉണ്ടെന്ന് എങ്ങോട്ട് കൊടുക്കാനോ അവരുടെ കയ്യിലിരിക്കുന്ന രേഖ കൊടുക്കാനോ പറഞ്ഞു. ആ രേഖ ഹൈക്കോടതിയിലുണ്ട്, എൻ്റെ കയ്യിൽ ഒഴിപ്പുണ്ട്. എങ്ങോട്ട് പോകാനാണ്? കേസ് ഡയറി പരിശോധിച്ചു. ഹൈക്കോടതി 1-ാം തീയതി 2-ാം തീയതി ഈ കേസിൽ വാദം കേട്ടിട്ട് അന്ന് വൈകുന്നേരം 4:30 പറഞ്ഞു നാളെ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കും, കേസ് ഡയറി രാവിലെ ഇവിടെ എത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് ഡയറി പിറ്റേ ദിവസം ഹാജരാക്കി. കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ 3-ാം തീയതി കേസ് ഡയറി പരിശോധിച്ചിട്ടാണല്ലോ കോടതി പറയുന്നത്. എല്ലാ രേഖകളും കൂടെ ഉണ്ട്. എങ്ങോട്ട് പോകാനാണ്? നമ്മൾ ഇതിലും വലിയ തിരുനാൾ വന്നിട്ട് പാപ്പ പള്ളി പോയില്ലെന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളൊക്കെ കേസ് നടത്തിയിട്ടുള്ളതല്ലേ ഏറ്റവും കൂടുതൽ അറിയാമല്ലോ. അഭയ കേസ് 3 പ്രാവശ്യം അന്വേഷണം അവസാനിപ്പിച്ച് പോയതല്ലേ. എൻ്റെ പ്രതികളെ പിടിച്ചില്ലേ ഒടുവിൽ. അതുകൊണ്ട് എങ്ങോട്ട് പോകാനോ? 10 വർഷമായിട്ട് ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ രേഖകളും റെക്കോർഡായി മാറിയിട്ടുണ്ട്. എങ്ങോട്ട് പോകാനാണ്? ഇതിലെ അക്കൗണ്ടിൽ വന്നതെല്ലാം ബാങ്കിലെ രേഖകളെല്ലാം കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. വിജിലൻസ് കൊടുത്ത രേഖകളെല്ലാം ഇവിടെ ഉണ്ടെന്ന്. ഈ പ്രതി കൊടുത്ത സർക്കാരിൽ കൊടുത്ത ചീഫ് സെക്രട്ടറി ഓഫീസിൽ കൊടുത്ത പ്രതി കൊടുത്തിട്ടുള്ള, അതായത് KM എബ്രഹാം കൊടുത്തിട്ടുള്ള രേഖകളെല്ലാം ഇവിടെ ഉണ്ടെന്നു. അതിൻ്റെ അറ്റസ്റ്റ് കോപ്പിയെല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. അവിടെ ഉണ്ടല്ലോ. എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട്? അതുകൊണ്ടല്ലേ ഇയാൾ റിട്ടയർ ചെയ്തതിന് ശേഷവും 10 വർഷമായിട്ടും ഇപ്പോഴും ഈ കേസിൽ 2025 ഏപ്രിൽ 11 ഇന്ന് ഉത്തരവിട്ട് എന്തുകൊണ്ട്? എന്നാൽ ഇത് അയാൾ റിട്ടയർ ചെയ്ത് പോയല്ലോ, അല്ല കാലഹരണപ്പെട്ടല്ലോ സർവീസിൽ നിന്ന്. ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത ആൾക്കാർ ഇനി എന്തിനു അന്വേഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടില്ല. വരവിക്കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചത് അത് മറച്ചു വെച്ചാൽ അത് കുറ്റകരമാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നിയമബാധകമാണ്. സുപ്രീം കോടതി തന്നെ ഇപ്പം പറഞ്ഞിരിക്കില്ലേ. സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി ജഡ്ജിൻ്റെ വീട്ടിൽ തീ പിടിച്ചപ്പോൾ ചാക്കുകെട്ട് കത്തിയപ്പം ഇപ്പോൾ എല്ലാ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരുടെല്ലാം സ്വത്ത് വിവരം കൃത്യമായിട്ട് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ബാധകമാണ്, എല്ലാം ബാധകമാണ്. ഞാൻ പറഞ്ഞില്ല, ഹൈക്കോടതി വാദിയപ്പോൾ ഞാൻ പറഞ്ഞു ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിൻ്റെ വീട്ടിൽ നോട്ടുകെട്ട് കത്തിയവൻ തീ വലിയൊരു ചതിയാണ് നടത്തുന്നത്. ഇത്രയും ഒരു ചതി നടത്തിക്കൊണ്ടാണ് ജഡ്ജി കുടുങ്ങിപ്പോയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി. അതുകൊണ്ട് തീ ഇങ്ങനെ ഇത്രയും ചതിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് ഞാൻ കോടതി വാദിച്ചിരുന്നു. ഈ വിധി പറഞ്ഞ ജഡ്ജി തന്നെ അത് കേട്ടോണ്ട് ചിരിച്ചോണ്ട് കേട്ടിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ അഴിവ് നടത്തിയാലും ആ വിവരങ്ങൾ പറയണമെന്ന് അപ്പം കോടതി തന്നെ, ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് K. ബാബു ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത നിയമപരമായി ശക്തമായ നിയമങ്ങളോട് പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തുന്ന ആളാണ് ഞാൻ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹർജിക്കാരൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുവാൻ KM എബ്രഹാത്തിന് സാധിക്കില്ല, അത് അംഗീകരിക്കില്ല. കോടതിക്ക് മുമ്പിൽ സത്യസന്ധമായ തെളിവുകളുമായിട്ട് വരുന്ന ഈ ഹർജിക്കാരൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് CBI അന്വേഷണ ഉത്തരവിടേണ്ട ബാധ്യത പൊതുസമൂഹത്തിനോട് ഈ കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് ജഡ്ജ്മെൻറ്റിൽ. എന്നുള്ളത് തന്നെയാണ് CBI അന്വേഷണത്തിലേക്ക് നയിച്ച നിലപാട് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്.